നമ്മുടെ കോഴിക്കോട് ബേപ്പൂർ ഫെസ്റ്റ് നടന്നിരുന്നു. അന്ന് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഇട്ടത്. വേറെ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ബേപ്പൂർ ഫെസ്റ്റിനെ കുറിച്ച് അറിയാത്തവർക്ക് അതല്ലെങ്കിൽ കാണാത്തവർക്ക് ഇതുവരെ കാണാത്തവർക്ക് അടുത്ത വർഷമെങ്കിലും കാണാനോ അല്ലെങ്കിൽ പോവാലോ എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചാലിയത്തിനും ബേപ്പൂരിനുമുള്ള ഇടയ്ക്കുള്ള യാത്രയ്ക്ക് ജങ്കാറാണ് കേട്ടോ എല്ലാവരും ഉപയോഗിക്കുന്നത്. വാഹനങ്ങളും കയറ്റി പോകുന്നൊരു വലിയ ജങ്കാർ തന്നെയാണിത്. പലരും പോയിട്ടുണ്ടാകും, പോകാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും പോയി കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ബേപ്പൂരും ചാലിയുമൊക്കെ. ഡിസംബറിൽ നടക്കേണ്ട ബേപ്പൂർ ഫസ്റ്റ് ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്കറിയാം നീട്ടുകയായിരുന്നു. ജനുവരി 4-നും 5-നുമാണ് ബേപ്പൂർ ഫസ്റ്റ് നടന്നത്. 4-ാം തീയതി ഞങ്ങൾ പോവുകയുണ്ടായി. അന്നത്തെ ഒരു തിരക്കാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങളുള്ള സ്ഥലം തന്നെയാണ് ബേപ്പൂരും ചാലിയുമൊക്കെ. ഫാമിലി ആയിട്ട് തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലമെന്ന് പറയാൻ കാരണം അവിടെ ബോട്ട് സർവീസുകളും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകളൊക്കെ നിലവിൽ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ് ആയിരിക്കും. ഇതവിടെ കണ്ടിരുന്ന പട്ടംപറത്തലായിരുന്നു കേട്ടോ. പട്ടംപറത്തൽ 2 ദിവസം ഉണ്ടായിരുന്നു. ബേപ്പൂരെ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഒരു ബേപ്പൂരും ചാലിയത്തേക്കൊക്കെ കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുക, കൂടുതൽ ആളുകളെ അവിടെ ആകർഷിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ് അവർക്കുള്ളത്. നിരവധി പേരാണ് ഇവിടെ പട്ടം പറത്താനായിട്ട് എത്തിയിരുന്നത്. പലരും പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. ഇത് ഗുജറാത്തുകാരനാണ്. पूरा जोड़ सकते हैं क्या? पूरा जोड़ सकते हैं ऐसा? हाँ हाँ, इतना भी जोड़ सकते हैं। हाँ, ये कैसा चलाएगा आप हवा में? ऐसा ही? हाँ, हवा में उसके ट्रेन उसको सीखना पड़ता है कैसा फ्लाई किया जाता है। सीधा डायरेक्टली नहीं फ्लाई कर हो सकती है क्योंकि उसका जो नोट है वो साथ मिलकर सभी नोट साथ में होता है नोट। उसमें से एक धागा निकल गया मतलब काइट फ्लाई नहीं हो, उसको मेकिंग करना पड़ता है। मेकिंग कर रहे हैं? हाँ। कहाँ से है आप इधर? मैं राजकोट गुजरात गुजरात राजकोट ഗുജറാത്തിൽ നിന്നാണ് കേട്ടോ ഇവിടെ വന്ന് പട്ടം പറത്താൻ വേണ്ടിയിട്ട് നമ്മളെ ബേപ്പൂരേക്ക്. അപ്പോൾ पिछले साल में भी आया था? हाँ, 2022 में आया था। हाँ हाँ हाँ। ഇതുപോലെ നിരവധി വലിയ പട്ടങ്ങൾ അവിടെ കാണുകയുണ്ടായി. ഒരുപാട് ആളുകളാണ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്. കരയിലും കടലിലും ആകാശത്തും പുതുമയാർന്ന വർണ്ണ കാഴ്ചകൾ സൃഷ്ടിച്ചാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഓരോ എഡിഷനും വ്യത്യസ്തമാകുന്നത്. അതീവ സാങ്കേതിക മികവോടെ അവതരിപ്പിക്കുന്ന ഡ്രോൺ ലൈറ്റ് ഷോ ഇക്കൊല്ലവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. ഷോ കാണാത്തവർ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ കാണുന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് നേരിട്ട് കാണാൻ. അതിൻ്റെ മനോഹാരിത ശരിക്കും കാണണമെങ്കിൽ നേരിട്ട് തന്നെ കാണണം. പല കാഴ്ചകളും നമുക്ക് ഫോണിലൂടെ അല്ലെങ്കിൽ ക്യാമറകളിലൂടെ കൂടുതൽ ഭംഗി കാണുമെങ്കിലും ഇത് നേരെ ഓപ്പോസിറ്റാണ്. മുന്നേ ഞാൻ മൈസൂർ ദസറയിൽ നടന്നൊരു ഡ്രോൺ ഷോയുടെ വീഡിയോ ചെയ്തിരുന്നു. ആ ഡ്രോൺ ഷോയിൽ 1500 ഡ്രോണുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ അത്ര തന്നെ ഇല്ലെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നിരവധി ആളുകളും അവിടെ കാണാനായിട്ട് എത്തിയിരുന്നു. ബേപ്പൂർ ഫെസ്റ്റിൻ്റെ 4ാമത്തെ സീസണാണ്. അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ ജനങ്ങളെ ആകർഷിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം എത്രത്തോളം സക്സസ് ആണെന്നുള്ള അവിടുത്തെ ജനങ്ങളെ കണ്ടാൽ അറിയാം. അത്രയും തിരക്കും കാര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വൻ തിരക്ക് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കയറി പോകാനോ ഇറങ്ങി വരാൻ തന്നെ രാത്രികളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഞങ്ങൾ 2ാമത്തെ ദിവസം പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ അവിടെ ഐശ്വര്യത ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പല കച്ചവടങ്ങളും അവിടെ പൊടിക്കായിരുന്നു. കാരണം അത്രയും ജനങ്ങളാണ് അവിടെ എത്തിയിരുന്നത്. ഉപ്പിലിട്ടതിൻ്റെയും ഐശ്വര്യതയും അതുപോലെ തന്നെ ജ്യൂസുകളും പല ടൈപ്പ് ജ്യൂസുകളും അങ്ങനെയായിട്ടുള്ള അവിടുത്തെ കച്ചവടക്കാരും വളരെ ഹാപ്പിയാണ്. ഈ ഒരു റൈഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡാണ്. പക്ഷേ ഇത് കയറാനുള്ളൊരു അവസരമില്ല. കാരണം അത് അവർ മാത്രം ഷോക്ക് മാത്രമാണ്. കാരണം അത് അത്ര എക്സ്പീരിയൻസ് വേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ഇതിൽ കയറാനുള്ള അവസരം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കയറണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുള്ള ഒരു റൈഡാണിത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്പസമയത്തിനകം കോസ്റ്റ് ഗാർഡിൻ്റെ കിഡിലൻ എയർ ഷോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്.
ഫസ്റ്റ് ഡേ ഹെലികോപ്റ്റർ ഷോ ഉണ്ടായിരുന്നിട്ട് അത് നമുക്ക് കാണാൻ പറ്റില്ല. അത് പിറ്റേന്ന് അത് സമയത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഹെലികോപ്റ്റർ ഷോ ഉണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ ഫ്ലൈറ്റ് മാത്രമാണ് അവിടെ താഴ്ന്ന് പറക്കുകയുണ്ടായത്. ഇതവിടെ കൂടിയവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച തന്നെയായിരുന്നു, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കും കുട്ടികൾക്കൊക്കെ. ഇതൊന്നുകൂടി ഒന്ന് 2 3 നാളിനൊക്കെ ഉപയോഗിച്ച് ഒന്ന് ഭംഗിയായിട്ട് ഷോ ചെയ്യാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ എയർഫോഴ്സിൻ്റെ അതുപോലെ ഡിഫൻസിൻ്റെ ഒക്കെ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് കാണാനുള്ളൊരു അവസരം കൂടിയാവും. ഇതവിടെ നേവിയുടെ ഒരു ഡെമോ ആയിരുന്നു കേട്ടോ കാണിച്ചുകൊണ്ടിരുന്നത്. കൊള്ളക്കാരോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകളോ, മയക്കുമരുന്ന് കേസുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂകളോ അല്ലെങ്കിൽ റെസ്ക്യൂ ഒക്കെ എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോ ആയിരുന്നു. ഇത്തരം കാഴ്ചകൾ നമുക്ക് സിനിമകളിലല്ലാതെ നേരിട്ട് കാണാനുള്ള സാഹചര്യം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോഗ്രാമുകളിൽ ഇതുപോലത്തെ അഭ്യാസ പ്രകടനങ്ങളും ഡെമോകളൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. വരും വർഷങ്ങളിൽ കൂടുതൽ അഭ്യാസ പ്രകടനങ്ങളും കൂടുതൽ ഷോകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫെസ്റ്റിൻ്റെ ആദ്യത്തെ ദിവസത്തെ സംഗീത പരിപാടി സ്റ്റേജിൻ്റെ മുന്നിലുള്ളൊരു ജനക്കൂട്ടമാണിട്ടത്. എന്തോരം ജനങ്ങളാണ് അവിടെ എത്തിയത്. ഒരുപാട് ആളുകൾ, കുട്ടികളും ചെറിയ കുട്ടികളടക്കമുണ്ട്, ഫാമിലിയായിട്ട് എത്തിയവർ. ബേപ്പൂരും ചാലിയത്തൊക്കെ നിരവധി പാർക്കിംഗ് ഏരിയകൾ തന്നെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. പോലീസിൻ്റെ ഒരു വൻ സന്നാഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വ്യക്തമായ അവരൊരു കൺട്രോളിലായിരുന്നെങ്കിലും ജനം ഇടിച്ച് കയറി വരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം റോഡിൻ്റെ വീതിയും അതുപോലെ തന്നെ വരവും പോക്കും ഒരേ ദിശയിലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടായി. അത്രയ്ക്കും തിരക്കായിരുന്നു. അതൊന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് തിരക്ക് കുറയാമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഒരുപക്ഷെ ഇവരൊക്കെ കൺട്രോളിലും അധികം ആളുകൾ എത്തിയത് കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. ആരെങ്കിലും കണ്ടുകിട്ടുകയാണെങ്കിൽ പോലീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഒരിക്കൽ കൂടി ഇതുപോലെ പല തവണയായിട്ട് അവിടുന്ന് അനൗൺസ്മെൻറ്റുകൾ കേൾക്കാറുണ്ട്, പലരും മിസ്സിംഗ് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് നെറ്റ്വർക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു, നെറ്റ്വർക്ക് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത്രയും ജനങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ കോൾ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ തിരിച്ചിറങ്ങായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ വേണ്ടില്ല അത്രയും ജാമായി പോയി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക്, തിരിച്ചും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരുപാട് ആൾക്കാർ കേട്ടോ. കുഞ്ചു രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ. കൂറായില്ലേ അമ്മോ, എമ്മാതിരി ബ്ലോക്കാം.